ഒരു കല്യാണപ്രായ ചെറുക്കൻ കിടന്ന് ഉറക്കം കണ്ട. എടാ പോത്തച്ചാ, മാമ ഞാൻ ഒരു കാര്യം പറയാം. പോത്തച്ചാ മാത്രം എന്നെ വിളിക്കരുത്. അതിനാടാ എനിക്ക് നല്ലൊരു പേര് പള്ളിയിൽ ഇട്ടിട്ടുണ്ടല്ലോ. എന്താ പേര്? എബ്രിൻ ഡിക്രൂസ്. ആ ബെസ്റ്റ്. പല്ലില്ലാത്ത പട്ടിയുടെ വായി വെപ്പുവല്ല് വെച്ചിട്ട് പറയുന്ന പോലെ ഇരിക്കും ഞാനിത് പറയുമ്പോ. അതുകൊണ്ട് ഞാൻ നിന്നെ പോത്തച്ചാതെ വിളിക്കത്തുള്ളൂ. മാമ 42 വയസ്സ്. എന്റെ കല്യാണക്കാര്യം എന്താ അപ്പച്ചനടുത്ത് പറയാത്ത കാര്യം എന്തോ? എടാ നിന്റെ കല്യാണം കഴിപ്പിക്കാത്ത കൊണ്ടാണ് ഈ സോഫ മാറി നീ കമന്ന് കിടക്കുന്നത്. എന്തെങ്കിലും നീ കഴിക്കണം. എന്തിനാ ഈ നിരാഹാരം കിടക്കുന്ന? എനിക്ക് വേണ്ട, ഞാൻ നേരെ നിരാഹാരം കിടക്കും. എന്റെ പൊന്നു പോലെ ഒന്നും വേണ്ട, കൊണ്ടുപോകും. നീ എന്തെങ്കിലും കഴിക്കടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ എന്തെങ്കിലും കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും കഴിക്കടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ എന്തെങ്കിലും കുടിക്കണേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും കഴിക്ക്. എന്തെങ്കിലും കഴിക്കുന്ന എന്നോട് പറഞ്ഞത് നിങ്ങളാണോ കഴിക്കണത്? ഇതോ ആര് പറഞ്ഞു? പിന്നെ എടാ ഞാൻ എന്റെ മനസ്സിനോട് തന്നെ പ്രോത്സാഹനം കൊടുക്കുവാണ്. കുടിക്കും. അയ്യോ നിങ്ങൾ മനസ്സാക്ഷിയാണോ മാമ? എന്താടാ എന്റെ കല്യാണക്കാര്യം ഒന്നും പറയാത്ത എന്റെ അപ്പച്ചന്റെ അടുത്ത്? എടാ നിന്റെ അപ്പച്ചന്റെ അടുത്ത് കല്യാണക്കാര്യം പറയാൻ ചെയ്യുന്നത് ഈ കുത്താൻ വരുന്ന പോത്തിനെ മൂക്കുകാരിടുന്നത് തുല്യവാ. വല്ലതും മനസ്സിലായാ? മനസ്സിലായി. എന്താ എന്റെ അപ്പച്ചന് മൂക്കേറിടുന്നല്ലേ പറഞ്ഞത്? ആ ചെല്ല് അങ്ങോട്ട് ചെന്ന് കൊടുക്ക്. എടാ സ്ഫടികത്തിലെ തിലേനാങ്ങേരി ചെന്ന് കൊടുക്ക്. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് നിന്റെ അച്ഛനെ പേടിക്കുന്നത്? വല്ല പെണ്ണിനെ പ്രണയിച്ചങ്ങ് കല്യാണം കഴിച്ചാ പോരെ? അയ്യോ ഞാൻ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രണയിച്ചെന്ന്. ഓറഞ്ച് പോലത്തെ കവിള്, കാശ്മീർ ആപ്പിൾ പോലത്തെ മൂക്ക്, മുന്തിരി പോലത്തെ കണ്ണുകൾ, ഒരു പെണ്ണായിരുന്നു. അപ്പൊ നീ പ്രണയിച്ച പെണ്ണിനെ അല്ല, പിന്നെ ഫ്രൂട്ട് സലാഡിനെ. ജോലിയില്ലാത്ത ആരെങ്കിലും പെണ്ണ് പ്രേമിക്കുവാടാ? ഞാനിത് അവളുടെ പറഞ്ഞായിരുന്നു. എന്ത്? ഞാൻ പറഞ്ഞേടി എവിടെയെങ്കിലും പോയി നല്ലോണം പഠിച്ചിട്ട് നല്ല ജോലി വാങ്ങിച്ചിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചിറക്കായി. അപ്പൊ തന്നെ ഇറങ്ങി പോകുന്നു പറഞ്ഞു. ആ ബെസ്റ്റ്. അല്ല നീ എന്തോ നിരാഹാരം എന്തോ സംഭവം പറഞ്ഞത്? ഞാൻ നിരാഹാരം കിടക്കുക. എന്റെ കല്യാണ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഇല്ലാതെ ഞാൻ ഒരു വക ഈ വീടിന്ന് കഴിക്കൂല. ഇല്ലെങ്കിൽ ഈ മീശ വെച്ചാണ് എനിക്കും വാശിയുണ്ട്. ആ നടക്കട്ടെ. ബെസ്റ്റ്. ഓത്തച്ചോ അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി. അതെ ഞാൻ ചെറുക്കൻ്റെ ഒരു കാര്യം പറയാത്ത കല്യാണ കാര്യം കല്യാണം. ആദ്യം കുക്കറിന്റെ വിസിലടി ഒന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നീ വല്ലോ കഴിച്ചാടാ? കഴിച്ചില്ല. കുടിക്കടാ. കഴിക്കണ എടുത്ത് കഴിക്കാൻ. നിന്റെ മീശ എവിടെ പോയടാ? ഇപ്പം വയറ്റിനകത്ത് ഉള്ളിലോട്ട് പോയാ? എടാ നട്ടല് വേണോടാ, നട്ടല്. ഇങ്ങനെ നടക്കുന്നത്. ഓത്തച്ചോ നീ വന്നേടാ. എരുമയെല്ലാം കെട്ടിയായിരുന്നോ? അതിനൊക്കെ കഴിക്കാൻ വല്ലതും കൊടുത്തായിരുന്നോ? കറന്നു വെച്ചിരുന്ന പാലെല്ലാം കൂടെ കൊടുത്തായിരുന്നോ? കൊടുത്തില്ല. കൊടുത്തില്ലേ? സോഫയെ പിടിയടാ പോയി. സോഫയെ പിടിയടാ. എടാ നിന്നോടാ പറഞ്ഞ സോഫയെ പിടിക്കടാ. സോഫയെ അല്ല ഈ ചെറുക്കനെ തല്ലിയിട്ട് നിങ്ങൾ എന്തിനാ കിടന്ന് കരയുന്നേ? മക്കളോട് സ്നേഹന്മാരുള്ള അപ്പന്മാർക്ക് അങ്ങനെയാണ്. അവരെ തല്ലി അവർക്ക് തോന്നാലും നോവുന്നത് മൊത്തം അപ്പനായിരിക്കും. അതുകൊണ്ടാണ് മാമൻ എന്തിനാ പറയണ്ട? മാമൻ എടാ അത് ശരി. നീ ഇവിടെ വന്നല്ലേ? കുറെ നാളായല്ലേ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്? ആ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറയുമ്പോ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പരിസരത്തൊക്കെ നിൽക്കാൻ നീയാണടാ? പോച്ചപ്പുല്ലാണ്. അതല്ല ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്ന് പറയുവായിരുന്നു. കുറെ നാളായില്ലേ നീ എന്റെ കണ്ടിട്ട്? അതെ. ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു എന്റെ മുഖത്ത് എന്തോ പ്രസരിപ്പ് കുഴപ്പമുണ്ട്. ഇപ്പൊ എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് എന്തോ തോന്നുന്നു? ഇപ്പൊ കണ്ടിട്ട് ഈ തണ്ണിമത്തരി പടം വരച്ച പോലുണ്ട്. നിന്റെ പേരെന്തോന്നാന്ന് പറഞ്ഞത്? ഐപ്പ്. നീ വെറും ഐപ്പല്ല, ഉടായിപ്പ്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഈ വീട്ടിനകത്തോട്ട് വെച്ച് കേട്ടായിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? പറ. അല്ല നമ്മുടെ ചെറുക്കന്റെ കാര്യം, അവനെ 42 വയസ്സായില്ലേ, അവന്റെ കല്യാണക്കാര്യം. എടാ നിങ്ങൾ പറയും, മനസ്സിലായോ? എന്താണ് ഞാൻ എന്റെ ചെറുക്കനെ തല്ലുന്നതിൽ വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയും. പക്ഷെ വേറൊരു കാര്യം, എന്റെ ഈ ഇരിക്കുന്ന അന്നാമ്മയുണ്ടല്ലോ, ഈ അന്നാമ്മ മരിച്ചതിന് ശേഷം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഇവനൊക്കെ ഇത് പോയത്. മനസ്സിലായോ? അന്ന് തൊട്ട് ഇവന് ഞാനും അവന് ഞാനും അങ്ങനെയാണ് ജീവിച്ചോണ്ടിരിക്കുന്നത്. അല്ലേടാ? അല്ലേ? എനിക്ക് സങ്കടമായല്ലേ? സത്യം പറയാലോ എന്റെ അന്നാമ്മ, നീ പോയതിനു ശേഷം ഞാൻ നിന്റെ മോനെ പൊന്നുപോലെ അല്ലേടി നോക്കിയത്. എന്നിട്ട് ഇപ്പൊ എന്താണ് പറയണത്? എനിക്ക് സങ്കടമില്ലെന്ന്. എനിക്ക് സങ്കടമുണ്ട്. മക്കളെ നീ വാടാ, നീ വാടാ. അപ്പച്ചനാ വിളിക്കുന്നത്. അപ്പച്ചന്റെ പടിയിലോട്ട് കയറിയില്ലേടാ? ആൾക്കാരെ നാളെ അപ്പച്ചന്റെ പടിയിലോട്ട് കയറിയില്ലേടാ?
നിന്നോട് പറഞ്ഞ അപ്പച്ചന്റെ മടിയിലോട്ട് കയറിയില്ലേടാ നാണക്കേടാണ്. മടിയിലിരി. എങ്ങനെ ഇരിക്കട്ടെ? അപ്പച്ചന്റെ ചുറ്റുരുവാവാരാണ് കഴിക്ക് പാപ്പം. അപ്പച്ചന്റെ ചക്കര മോനാരാണ് കഴിക്ക് പാപ്പം. ഇരിപ്പിരിപ്പിണങ്ങുവോ? അപ്പച്ചൻ അടിച്ചത് കുഞ്ഞിന് നൊന്തോ? ചുറ്റുരിച്ചു. അപ്പച്ചന് പൊന്നാരി കഴിച്ചോളൂ. ഇതും കൂടെ കഴിച്ചോ. പിണക്കൊക്കെ മാറിയില്ലേ? അപ്പച്ചൻ ചുമ്മാ തല്ലിയതാ കേട്ടോ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവതച്ചായ അവനെ തല്ലിയത് ശരിയായില്ല. അത് എനിക്കും തോന്നിയായിരുന്നു. അത് നീ പറയണായിരുന്നു. അല്ല, അവനെ തല്ലിയത് കറക്റ്റാ. അങ്ങനെ തന്നെ വേണം. അതാണ് പറഞ്ഞത്. എനിക്കറിയാലോ എന്റെ കൊച്ചിനെ എങ്ങനെയാണ് വളർത്തേണ്ടതുള്ളത്. നിന്റെ കാര്യം എന്റെ അവതച്ചായ എന്നാലും ഒരു 10-42 വയസ്സൊക്കെ ആയില്ലേ അവനെ. അവൻ കെട്ടിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ? അവന് വിദ്യാഭ്യാസം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കല്യാണം കഴിപ്പിക്കാൻ നീ എന്തോ വർത്തമാനമാണോ ഈ പറയുന്നത്? ഇത്തിരി ഇല്ലാത്ത എന്നീ ചെറുക്കനെ കല്യാണം കഴിപ്പിക്കാനാ? എടാ നിങ്ങൾക്കായിരിക്കും വേണം 42 വയസ്സ്. എനിക്ക് ഇപ്പോഴും എന്റെ കുഞ്ഞുവാവയാ. പായ കിടന്നാ കിടന്നു കൊള്ളുന്നവനാണ്. അവനെ ഞാൻ കല്യാണം കഴിപ്പിക്കാനാ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവനാണെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ചെറുക്കനാണ്. എനിക്ക് വെരിക്കോസ്. അങ്ങനെയാണ് ആ കോഴ്സിനെ പഠിപ്പിക്കാത്തത്. ഏത് കോഴ്സ്? വെരിക്കോസ്. ഈ വെരിക്കോസിനെ ഞാൻ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണോടാ? അവനെ കെട്ടിക്കണ്ട. അതാണ് നല്ലത്. എന്റെ മക്കളൊക്കെ വലിയ നല്ല നിലയില. അതാ ഞാൻ പറഞ്ഞത്. നിന്റെ മക്കൾ സത്യമാണ് കേട്ടോ. എന്റെ മക്കളെന്ന് പറഞ്ഞ നല്ല നിലയിലാണ്. മൂത്തവള് പ്രിയദർശിനിയും രണ്ടാമത്തവൻ തൂഫാനും. അതെങ്ങനെ അറിയത്തില്ലേ? മൂത്തവള് രാവിലെ പ്രിയദർശിനി ബസ്സിൽ കയറി ജോലിക്ക് പോകും. രണ്ടാമത്തെ ചേർക്കാൻ കഞ്ചാവും കൊണ്ട് നടത്തിന് പോലീസുകാർ തൂഫാൻ എന്ന് പറഞ്ഞ് ജീപ്പിനകത്ത് പിടിച്ചിട്ട് പോയി. അവരാണ് ഇവിടെ ഒന്ന് കുടവത്. എന്റെ ചെറുക്ക ഇവരെങ്ങനെ പലതും പറയും കേട്ടല്ലോ. അപ്പച്ചൻ പോയിട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടല്ലോ. മര്യാദക്ക് ഇവിടെ നിന്നോണം. ആരാകോട്ട് എന്തൊരു തന്തയാണോ നിന്റെ തന്ത? അയ്യേ, ലോകത്തിൽ നിനക്ക് മാത്രം ഇങ്ങനത്തെ ഒരു തന്തയുള്ളൂ. എന്റെ കല്യാണം കാര്യം പറയാം. അയ്യോ, എനിക്ക് ഉപദേശിക്കാതെ പറ്റത്തില്ല. നാണമില്ലേടാ നിനക്ക്? സ്നേഹിച്ച പെണ്ണിനെ അങ്ങ് വിളിച്ചോണ്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു പെണ്ണിനെ. അടിക്കൂല എന്നെ. എടാ ഞാൻ 20ാമത്തെ വയസ്സിലല്ലേ ഞാൻ പെണ്ണ് കെട്ടിയത്. എങ്ങനെ കെട്ടി? പിന്നെ ഇപ്പോഴും എനിക്ക് കിട്ടു. പക്ഷെ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചോണ്ടിരിക്കണം. പക്ഷെ നമ്മൾ ഇച്ചിരി പൗരുഷത്വം കാണിക്കണം. ധൈര്യം കാണിക്കണം. പിന്നെ അങ്ങനൊക്കെ കെട്ടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അച്ഛന്റെ അപ്പച്ചന്റെ മുന്നേ ഇങ്ങനെ പേടിച്ച് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ചോദിക്കുമെങ്കിൽ ഞാൻ പറയും. വേറൊരു കാര്യമുണ്ട്. എരുവിട്ട് ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് പറയരുത്. എന്റെ പിന്നിലല്ലോ എന്റെ മുമ്പിലല്ലേ മാമ നിൽക്കേണ്ട. വേസ്റ്റ്. നീ പെണ്ണ് കെട്ടാതിരിക്കുന്നതന്നെ. എടാ ധൈര്യം കാണിക്കണം. പൗരുഷത്വം. ഞാൻ അപ്പച്ചന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചെന്ന് പറയണം. എനിക്ക് പെണ്ണ് കെട്ടണം. എനിക്ക് പെണ്ണ് കെട്ടണം. എനിക്ക് പെണ്ണ് കെട്ടണം. ഓക്കെ അന്ന് പറയല്ല. ഇതുവരെ പോയില്ലേ? മക്കളെ എന്തെങ്കിലും കഴിച്ചായിരുന്ന? എന്തെങ്കിലും കൂടെ എടുത്ത് കഴിക്കണം. മാമച്ചിക്ക് എന്തിനാ പറയണ്ട? എന്താണ്? അല്ല ചെറുക്കൻ അവൻ എന്തോ പറയാനുണ്ടെന്ന്. ചെറിയ മാമനാണ് പറയാൻ എന്തെന്ന് പറഞ്ഞ കാര്യം പറയണ്ടോ? അല്ലാതെ ചെറുക്കൻ എന്തോ പറയാനുണ്ടെന്ന് അവര്. മാമനാണ് പറയണ്ടെന്ന് പറഞ്ഞു. അല്ല നമ്മുടെ ചെറുക്കനാണ്. അവനാണ് എന്തോ കാര്യം അത്യാവശ്യം പറയാനുണ്ടോ? വേറെ എന്തോ കാര്യം പറയാനെന്തോ നിന്നൊക്കെ ചുറ്റിനും കിടന്ന് കിടക്കാനായിട്ട് വാറ്റിപ്പിച്ചേനാ. എന്തോടാ പറയാനുണ്ടോ? ചെറുക്കൻ എന്തോ പറയാനുണ്ടെന്ന്. മാമൻ കല്യാണ കാര്യം പറഞ്ഞ മറ്റേ കല്യാണ കാര്യം. അതെ, എന്റെ അഭിപ്രായമല്ല, അവന്റെ ആഗ്രഹമാണ്. അവനെ ഇനി പിടിച്ചു നിർത്തണ്ട. അവനോടൊപ്പം ഇരിക്കാൻ പറ. ഞാൻ ആരെങ്കിലും പറഞ്ഞാ പിടിച്ചു നിർത്താനായിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്രാമത്തെ വയസ്സിലാ പെണ്ണ് കിട്ടിയ? 21 വയസ്സ് 1 മാസം. സർക്കാരിന്റെ കണക്ക് തികയാൻ കാത്തിരുന്നില്ല. അതേപോലെ ഈ ചെറുക്കനെ കാത്തിരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്ത് പ്രായമുണ്ടെന്ന് നോക്ക്. അവനെ ഇനി പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അവനെ കല്യാണം കഴിപ്പിച്ച് അയക്കണം. നിനക്ക് കല്യാണം കഴിക്കണോടാ? കഴിക്കണോ എന്റെ മോൻ? അയ്യോ എടാ, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചനോട് എപ്പോഴേ തുറന്ന് പറയണായിരുന്നടാ. നിനക്ക് കല്യാണം കഴിക്കണോടാ? നിനക്ക് കല്യാണം കഴിക്കണോടാ? എന്താ വലിയ കോമഡിയാണോ പറയുന്നത്? നിനക്ക് കല്യാണം കഴിക്കണം. നിനക്ക് അവരെ കല്യാണം കഴിപ്പിക്കണാടാ? ആരാടാ? ഏതവനാണ് നീ തിരിയില്ലാത്ത എന്റെ പയ്യന്റെ മേത്തോട്ട് ഈ കല്യാണം എന്ന് പറയുന്ന ആഗ്രഹം? ഏതവനാണ്? വേറൊരു മാമൻ. വേറെ ഏത് മാമൻ? വേറെ മാമൻ. എടാ, എന്റെ ചെറുക്കനെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞോണ്ട് ആരെങ്കിലും ഈ വീടിന്റെ മുറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ പെടല് ഞാൻ ഇവിടെ അർത്തിടും. കേട്ടില്ല? എന്റെ ചെറുക്കനെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ വീട്ടില് അവനും ഞാനും മാത്രം മതി. കേട്ടടാ? നിങ്ങളൊരു തന്തയാണോ? തന്തേ ചുമ്മാ വീട്ടിൽ കെട്ടിപ്പൂട്ടിയിടുക എന്ന് പറയുന്ന കുഞ്ഞു പിള്ളേരെ പോലെ ബിസ്ക്കറ്റ് കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു. നാണമില്ലേ? ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവരാൻ അവന് ആഗ്രഹമില്ലേ? ഇതെന്തോ തന്തേ ഇത്? അല്ല പറഞ്ഞു പോകത്തില്ലേ?
നിനക്ക് കല്യാണം കഴിക്കണടാ. കഴിക്കണം അപ്പച്ച. എത്ര വയസ്സായി നിനക്ക് ഇപ്പൊ? 42. പക്കത ഉണ്ടാടാ നിനക്ക് കല്യാണം കഴിക്കാൻ? ഉണ്ട് പക്കതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ സംഭവിക്കാൻ പോവാ. നിങ്ങൾ ഇത്രയും പറഞ്ഞതിരിക്കും ഈ 42 വയസ്സായി ചെറുക്കന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ഇവന്റെ കല്യാണം ഞാൻ നടത്തി തരാം. എനിക്ക് കല്യാണം എനിക്ക് കല്യാണം എനിക്ക് കല്യാണം എനിക്ക് കല്യാണം എനിക്ക് കല്യാണം എനിക്ക് കല്യാണം എനിക്ക് കല്യാണം. 42 വയസ്സായ പക്വതയുള്ളവനെ ഇവന് കെട്ടിച്ചു കൊടുക്കണ. ഒന്നുകൂടെ ഞാൻ ചോദിക്കുവാൻ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു ഇവന് കല്യാണം കഴിക്കാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല. ചെറുക്ക, ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയുവാൻ, നിന്റെ കല്യാണം നടത്തി തരാം. പക്ഷെ എനിക്ക് ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? നീ ഒരു പെണ്ണിനെ ഇവിടെ കെട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ 40 എരുമകളാണുള്ളത്. ഈ 40 എരുമകളെ രാവിലെ 3:30 എഴുന്നേറ്റ് അവള് തന്നെ കുളിപ്പിച്ച് അവള് തന്നെ കറന്നിട്ട് പാല് കൊണ്ട് സൊസൈറ്റി കൊടുക്കണം. രണ്ടാമത് നമുക്ക് 500 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അതിൽ 100 ഏക്കറെങ്കിലും അവൾ ഒറ്റയ്ക്ക് തന്നെ ചെന്ന് വെട്ടി അവള് തന്നെ ഇവിടെ ഒന്ന് ചീറ്റടിച്ച് വെക്കണം. പിന്നല്ലാതെ നമ്മുടെ ഈ ബംഗ്ലാവത്തോ തൂത്ത് തുടച്ചിടണം. നിനക്കും എനിക്കുള്ള ആഹാരം ഉണ്ടാക്കി തരണം. നമ്മുടെ രണ്ടുപേരുടെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലല്ല, അവള് തന്നെ അലക്കിയിട്ട് അവള് തന്നെ തേച്ച് മടക്കി നമ്മുടെ രണ്ടുപേരുടെ റൂമിൽ കൊണ്ട് വെക്കണം. സമ്മതമാണോ നിനക്ക്? എനിക്ക് കല്യാണം വേണ്ട അപ്പച്ച. കല്യാണം വേണ്ട. അതെന്താണോ നിനക്ക് ഇപ്പൊ കല്യാണം വേണ്ടാത്തത്? അല്ല, അപ്പച്ചന് വേണ്ടത് മരുമോളെയല്ല, ഇല്ലേ? ഒരു വേലക്കാരിയാണ് വേണ്ടത്. എനിക്ക് കല്യാണം വേണ്ട മാമ. മണ്ടത്തരം പറയാ, മണ്ടത്തരം പറയാ, സമ്മതിക്കുന്നീ. എന്റെ പൊന്നു മാമ, ഞാനാ പെട്ട്. എന്തിനാണ് ഒരു പാവപ്പെട്ട പെണ്ണെ കൂടെ ഇവിടെ കൊണ്ടൊന്ന് പെടുത്തിക്കുന്നത്? ഇനി മെച്യൂരിറ്റി ഇല്ലെന്ന്.